ഒരൊറ്റ കാര്യം മാത്രം നോക്കിയിട്ടാണ് ഇന്ന് മിക്കവരും ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്നത്, പ്രീമിയം. എന്നാൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങളാണ്. നോ ക്ലെയിം ബോണസ്, അതായത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കവറേജ് ഓട്ടോമാറ്റിക്കലി കൂടുന്ന രീതി. ഉദാഹരണം, നമ്മളൊരു 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തിട്ട് 2 കൊല്ലം അത് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അത് 20ഓ 30ഓ ആവുന്ന മെത്തേഡ്. കാരണം നമ്മുടെ പോളിസി നമുക്ക് അസുഖം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതല്ല, പകരം നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നതിനെ റിവാർഡ് ചെയ്യുന്നത് കൂടിയായിരിക്കണം. കൺസ്യൂമബിൾ കവർ, അതായത് ഈ PPE കിറ്റ്, സിറിഞ്ച്, ഗ്ലൗസ് ഇതെല്ലാം ഒരു ബില്ലിന്റെ 5 തൊട്ട് 15% വരെ വരും. അപ്പോൾ ഈ എക്സ്പെൻസ് എല്ലാം നമ്മുടെ പോളിസിയിൽ കവേർഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡിസീസ്ഡ് ബേസ്ഡ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ചില പോളിസി 10 ലക്ഷം കവർ പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഈ റോബോട്ടിക് സർജറി, സ്റ്റെം സെൽ തെറാപ്പി എന്നിങ്ങനത്തെ മോഡേൺ ട്രീറ്റ്മെന്റ്സിന് ഒരു ക്യാപ് ലിമിറ്റ് വയ്ക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോളിസി റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഫുൾ എമൗണ്ട് യൂസബിൾ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്, അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കംപ്ലീറ്റ് കവർ എമൗണ്ട് യൂസ് ചെയ്താൽ പോലും അത് ഓട്ടോമാറ്റിക്കലി റീപ്ലേനിഷ് ആവുന്ന മെത്തേഡ്. കാരണം ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നത് ഒരു പോളിസി എടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പകരം അതെങ്ങനെ കറക്റ്റ് സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവും എന്നതിനെ കൂടി ബേസ് ചെയ്തിട്ടാണ്. സോ ഞാൻ ഈ പറഞ്ഞോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്ന ഒരാൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യൂ. ആൻഡ് ഇതുപോലത്തെ വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യും.